റവന്യൂ വകുപ്പിന്റെ കടുംപിടുത്തത്തിൽ നിളയോരപാതയിലെ ടൂറിസം പദ്ധതികൾക്ക് തടസ്സമാകുമെന്ന് പൊന്നാനി നഗരസഭാ സെക്രട്ടറി എസ് സജു. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. പൊന്നാനി നഗരസഭയിലെ നിളയോരപാത ഇന്ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസം സ്പോട്ടാണ്. ഇവിടെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ നിളയോരപാതയ്ക്ക് സമീപത്തുള്ള നഗരസഭയുടെ ചിൽഡ്രൻസ് പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തു, ആ ഭൂമിയെ സംബന്ധിച്ച പോർട്ട് അധികൃതരും നഗരസഭ അധികൃതരും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു തർക്കത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട പൊന്നാനി MLA വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വെച്ച് അതിനെ സംബന്ധിച്ച് റവന്യൂ അധികാരികൾ ഉൾപ്പെടെ സംസാരിക്കുകയും അതിന് പോർട്ട് അധികൃതർക്ക് അവകാശമില്ല, മുനിസിപ്പൽ അധികൃതർക്കാണ് അവകാശം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLAയുടെയും ബഹുമാനപ്പെട്ട അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ്റെയും നേതൃത്വത്തിൽ ആ സ്ഥലം താലൂക്ക് സർവേയർ അളന്ന് തിരിച്ച് നഗരസഭയുടെ ചിൽഡ്രൻസ് പാർക്കിനായിട്ടുള്ള സ്ഥലം എന്ന് രേഖപ്പെടുത്തി നഗരസഭയ്ക്ക് നൽകിയിരുന്നതാണ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശാനുസരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയത്. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട തഹസീൽദാർ നഗരസഭ ഇതൊന്നും ചെയ്തു പോകരുത്, ഇത്തരത്തിലുള്ള ടൂറിസം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു പോകരുതെന്നും അത് റവന്യൂ ഭൂമി ആണ്, റവന്യൂവിൻ്റെ കൈവശത്തുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഒരു നോട്ടീസ് നൽകുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അഭിഭാഷകനിൽ നിന്നൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അതനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നിയമോപദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 207 പ്രകാരം ഏതെങ്കിലും ഒരു PWD റോഡ്, അതൊരു സംസ്ഥാന പാതയോ ജില്ലാപാതയോ അല്ലാത്ത ഒരു PWD റോഡിൻ്റെ വശങ്ങളിലുള്ള മുഴുവൻ പുറമ്പോക്ക് വസ്തുക്കളും ഏത് തരത്തിലുള്ള എടുപ്പുകളും വസ്തുക്കളും ഒക്കെ തന്നെ നഗരസഭയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് KM ആക്ട് 207 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതനുസരിച്ച് 2018 നമ്മുടെ അവിടെ നിളയോരപാത PWD റോഡ് കമ്മീഷൻ ചെയ്ത് നിലവിൽ വന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു വശത്തായി കിടക്കുന്ന ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് നഗരസഭയ്ക്ക് പറയുവാനുള്ളത്. നഗരസഭ അവിടെ നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദിശാമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ടൂറിസം രംഗത്തേക്കുള്ള ആ തരത്തിലുള്ള ഒരു വലിയ പുരോഗതി, മുന്നേറ്റം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. നഗരസഭയ്ക്ക് നിയമപരമായി അവകാശമുള്ള കാര്യങ്ങൾ, ആ വസ്തുവിലുള്ള അവകാശം അത് നഗരസഭയ്ക്ക് നൽകണം എന്നുള്ളതാണ് നഗരസഭയുടെ പക്ഷം.